ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്ന ആ നിമിഷത്തിലാണ് ഈ ജൂൺ മാസത്തിലെ ആ 3 ദിവസങ്ങൾക്കുള്ളിൽ ലോകത്തെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്നും ആ 3 മഹാവാർത്തകൾ വരുന്നത്. ഇന്ത്യ വീഴുമെന്ന് കരുതി അതിർത്തിക്കുള്ളിൽ കണ്ണും നട്ട് കാത്തിരുന്നവർക്ക് ഒന്നിനെ പിറകെ ഒന്നായി അപ്രതീക്ഷിത പ്രഹരം നൽകിക്കൊണ്ടാണ് ഭാരത് കൈവരിച്ച ആ വൻ നേട്ടങ്ങൾ എന്തൊക്കെയാണ്. വെറും അവകാശവാദങ്ങളല്ല, അന്താരാഷ്ട്ര ഡാറ്റകൾ സഹിതം നമുക്ക് കൃത്യമായി പരിശോധിക്കാം. ഈ വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഇത് ഓരോ ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കഥയുടെ 1-ാം അധ്യായം തുടങ്ങുന്നത് ജൂൺ 8-നാണ്. ആഗോള ആയുധ വിപണിയെയും ആയുധങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ അന്താരാഷ്ട്ര സംഘടന സിപ്രി അവരുടെ പുതിയ ഇയർബുക്ക് പുറത്തുവിട്ടു. അതിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അവർ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. ഇന്ത്യയുടെ ആണവായുധ ശേഖരം ഇതാ 190 വാർ ഹെഡുകളായി ഉയർന്നിരിക്കുന്നു. പക്ഷേ അതിലും ഭീകരമായ വാർത്ത അത് മറ്റൊന്നായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ തങ്ങളുടെ 12 ആണവ വാർ ഹെഡുകൾ സമുദ്രത്തിനടിയിൽ, അതായത് നമ്മുടെ അത്യാധുനിക അന്തർവാഹിനികളിൽ എപ്പോഴും വിക്ഷേപണത്തിന് സജ്ജമാക്കി ഓപ്പറേഷണലി ഡിപ്ലോയിഡ് എന്ന അവസ്ഥയിൽ സൂക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് ചൈനയോ പാകിസ്ഥാനോ ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുങ്ങിയാൽ നിമിഷങ്ങൾക്കകം കടലിനടിയിൽ നിന്നും ശത്രു രാജ്യങ്ങളെ ചാരമാക്കാൻ തക്കവണ്ണമുള്ള മാരക പ്രഹരശേഷി ഇന്ത്യ കൈവരിച്ചു കഴിഞ്ഞു. ഈ സിപ്രി റിപ്പോർട്ടിൽ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കൂടിയുണ്ട്. കഴിഞ്ഞ വർഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന കടുത്ത സൈനിക പ്രതിസന്ധിയെ കുറിച്ച് റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട്. 2 ആണവ ശക്തികൾ തമ്മിൽ യുദ്ധത്തിന്റെ വക്കിലെത്തിയ ആ നിമിഷത്തിൽ പാകിസ്ഥാന്റെ ആണവായുധ ശേഷിയുള്ള എയർബേസുകൾക്കും മിസൈൽ താവളങ്ങൾക്കും നേരെ ഇന്ത്യ അതിശക്തമായ പ്രഹരമാണ് ഏൽപ്പിച്ചത്. മാത്രമല്ല, ദക്ഷിണേഷ്യൻ ചരിത്രത്തിൽ ആദ്യമായി സൈനിക നീക്കങ്ങൾക്കൊപ്പം കടുത്ത സൈബർ ആക്രമണങ്ങളും ഇരു രാജ്യങ്ങളും യുദ്ധത്തിൽ സംയോജിപ്പിച്ചുവെന്ന് സിപ്രി വിലയിരുത്തുന്നു. ശത്രുക്കൾ എത്രയൊക്കെ പ്രകോപനം ഉണ്ടാക്കിയിട്ടും ഇന്ത്യ തങ്ങളുടെ ആണവ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തത്. ഇതുകൂടാതെ ആഗോളതലത്തിൽ പ്രതിരോധത്തിനായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ലോകത്തിലെ 5-ാമത്തെ വലിയ രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. $92.1 ബില്യൺ ഭാരതം സൈന്യത്തിനായി മാറ്റിവെച്ചത്. അമേരിക്കയും ചൈനയും റഷ്യയും ജർമ്മനിയും കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബജറ്റുള്ള രാജ്യം. ആഗോള ആയുധ ഇറക്കുമതിയിൽ വലിയ വിഹിതവുമായി ഇന്ത്യ മുൻപന്തിയിൽ തുടരുമ്പോൾ ശത്രുക്കളുടെ ഉറക്കം കെടുത്താൻ ഇതിൽ കൂടുതൽ എന്തു വേണം? എന്നാൽ കളി ഇവിടെയും തീരുന്നില്ല. സിപ്രി റിപ്പോർട്ട് വന്ന് കൃത്യം 2 ദിവസങ്ങൾക്കപ്പുറം, അതായത് ജൂൺ 10, 11 തീയതികളിൽ ഒഡീഷ തീരത്ത് അതീവ രഹസ്യമായി മറ്റൊന്ന് സംഭവിച്ചു. പ്രതിരോധ മന്ത്രാലയം DRDOയും ചേർന്ന് ഒന്നിനു പിറകെ ഒന്നായി 3 ഭീമൻ മിസൈൽ പരീക്ഷണങ്ങളാണ് നടത്തിയത്. ജൂൺ 13 ശനിയാഴ്ച പ്രതിരോധ മന്ത്രാലയം ഇതിന്റെ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിട്ടപ്പോൾ ശത്രുക്കൾ ഞെട്ടിത്തരിച്ചുപോയി. ഇന്ത്യ ഇതാ ശത്രുക്കളുടെ ഏത് ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെയും എന്തിന് ഭൂഖണ്ഡാന്തര മിസൈലുകളെ വരെ ആകാശത്ത് വെച്ച് തകർക്കാൻ ശേഷിയുള്ള മൾട്ടി ലെയർ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സംവിധാനം തുടർച്ചയായ 3 പരീക്ഷണങ്ങളിലൂടെ വിജയകരമായി തെളിയിച്ചിരിക്കുന്നു. ശത്രുക്കൾ തൊടുത്തുവിടുന്ന ആണവ മിസൈലുകൾ ഇന്ത്യയുടെ മണ്ണിൽ ഇനി തൊടില്ല. ഇതിനു മുൻപ് നമ്മുടെ മിസൈൽ പ്രതിരോധ കോട്ട അവയെ ആകാശത്തു നിന്ന് തന്നെ വെണ്ണീറാക്കും. ഇതോടെ ലോകത്തിലെ ഏറ്റവും വിരലിലെണ്ണാവുന്ന എലൈറ്റ് രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഭാരതം നടന്നു കയറി. ഇതേ ദിവസങ്ങളിൽ തന്നെ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് കടലിലൂടെ വരുന്ന ശത്രുക്കളുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകളെ തരിപ്പണമാക്കാൻ ശേഷിയുള്ള പുതിയ നാവിക ആന്റി ഷിപ്പ് മിസൈലിന്റെ കന്നി പരീക്ഷണവും ഇന്ത്യ വൻ വിജയമാക്കി മാറ്റി. ആകാശത്തും കടലിലും ഒരുപോലെ ഭാരതം അജയ്യയായ കോട്ട കെട്ടിക്കഴിഞ്ഞുവെന്ന ചുരുക്കം. ഇനി വരാൻ പോകുന്നത് ചൈനയുടെ സാമ്പത്തിക സാമ്രാജ്യത്തിന് നെഞ്ചിലേക്ക് നേരിട്ടടിക്കുന്ന 3-ാമത്തെ തന്ത്രപരമായ നീക്കമാണ്. ലോകത്തിലെ സെമി കണ്ടക്ടർ, സ്മാർട്ട് ഫോണുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, അത്യാധുനിക യുദ്ധവിമാനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിലൂടെയെല്ലാം നിർമ്മാണത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് റെയർ എർത്ത് കാന്തങ്ങൾ. ഈ വിപണിയുടെ 90% പ്രോസസ്സിങ്ങും കയ്യിൽ വെച്ചിരിക്കുന്ന ചൈനയാണ്. ഈ ഒരൊറ്റ കുത്തക ഉപയോഗിച്ചാണ് ചൈന ലോക രാജ്യങ്ങളെ മുഴുവൻ ഭീഷണിപ്പെടുത്തിയിരുന്നത്. എന്നാൽ ബീജിങ്ങിന്റെ ഈ കളി അവസാനിപ്പിക്കാൻ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചരിത്രപരമായ ഒരു വമ്പൻ കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. ഡൽഹിയിൽ വെച്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിലാണ് ഈ തന്ത്രപരമായ ഉടമ്പടി ഒപ്പിട്ടത്. ചൈനയുടെ സാമ്പത്തിക ബ്ലാക്ക് മെയിലിങ്ങിന് തടയിടാൻ ക്വാഡ്
സഖ്യം പ്രഖ്യാപിച്ച $20 ബില്യൺ ഫണ്ടിങ്ങിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഇന്ത്യയിൽ ഇതാ 7280 കോടി രൂപയുടെ വമ്പൻ നിക്ഷേപത്തോടെ റെയർ എർത്ത് കാന്തങ്ങളുടെ നിർമ്മാണം ഈ വർഷം അവസാനത്തോടെ നേരിട്ട് ആരംഭിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനായി ഭാരത സർക്കാർ ഒരു പ്രത്യേക പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ബജറ്റിൽ പ്രഖ്യാപിച്ച ഡെഡിക്കേറ്റഡ് റെയർ എർത്ത് കോറിഡോർ അതുവഴി കേരളത്തിലെ മോണസൈറ്റ് മണൽ നിക്ഷേപങ്ങളും ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ വൻ മിനറൽ നിക്ഷേപങ്ങളും ഖനനം ചെയ്ത് ശുദ്ധീകരിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയുടെ കയ്യിൽ ലോകത്തെ ഏറ്റവും മികച്ച റെയർ എർത്ത് നിക്ഷേപമായ 13 ദശലക്ഷത്തിലധികം ടൺ മോണസൈറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് സാങ്കേതിക വിദ്യ ഇല്ലായിരുന്നു. ഇപ്പോൾ അമേരിക്കയുടെ സാങ്കേതിക വിദ്യയും നിക്ഷേപവും ഇന്ത്യയുടെ വിഭവങ്ങളും ഒന്നിക്കുമ്പോൾ തകരുന്നത് ഏഷ്യൻ മേഖലയിൽ ഇന്ത്യയെ തളർത്താമെന്ന് കരുതിയ ചൈനയുടെ അഹങ്കാരമാണ്. ആണവായുധ ശേഖരത്തിലെ വർധനവ്, ആകാശത്തെ അജയ്യമാക്കുന്ന മിസൈൽ പ്രതിരോധ കോട്ട, ചൈനയെ വെല്ലുവിളിക്കുന്ന സാമ്പത്തിക സാങ്കേതിക മുന്നേറ്റം, ഇതിനെയാണ് അന്താരാഷ്ട്ര തലത്തിൽ യഥാർത്ഥ നയതന്ത്രം എന്ന് വിളിക്കുന്നത്. ലോകത്തിലെ 9 ആണവ ശക്തികളും തങ്ങളുടെ ആയുധങ്ങൾ നവീകരിക്കുമ്പോൾ ഇന്ത്യ തങ്ങളുടെ സുരക്ഷയ്ക്കൊപ്പം ആഗോള വിപണിയിലെ ഭീഷണികളെ കൂടിയാണ് തച്ചുടയ്ക്കുന്നത്. ശത്രുക്കൾ എത്രയൊക്കെ കെണികളൊരുക്കി ശ്വാസം മുട്ടിക്കാൻ നോക്കിയാലും സ്വന്തം പരമാധികാരവും സുരക്ഷയും കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യക്ക് കൃത്യമായ മാസ്റ്റർ പ്ലാനുകളുണ്ട് എന്ന് അടിവരയിടുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വമ്പൻ വിവരങ്ങൾ. ഇന്ത്യയുടെ ഈ അതീവ നിർണായകമായ തന്ത്രപരമായ നീക്കങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് കേരളത്തിലും ഒഡീഷയിലും വരാൻ പോകുന്ന ഈ പുതിയ വ്യവസായ മുന്നേറ്റങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ.